ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്തു, ഒളിച്ചോടിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്കാകെ പറയാനുള്ളത് ഇപ്പം വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. മെഹ്നുവിൻ്റെ ഭാര്യ സഫ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്ത ഉണ്ടായല്ലോ. ഇതിൻ്റെ സത്യാവസ്ഥ സഫ തന്നെ വന്ന് വ്യക്തമാക്കി. സഫ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. 35,000 ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ടാണ്. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് വീഡിയോ ഇട്ടത്. അതിലവർ പറയുന്നത് തന്നെ ആരും കൊണ്ടുപോയിട്ടില്ല, ഇതാണ് സംഗതി. വെറുതെ ഓരോരുത്തർ ഓരോന്ന് പറയാണ്, ഞാൻ ആരെയും കൂടെ പോയിട്ടില്ല. അപ്പോൾ ഏതൊരു ഫസ്മിനയുടെ മുൻ ഭർത്താവിൻ്റെ കൂടെ ലല്ലൂബി എന്ന് പേരൊരു ഭർത്താവിൻ്റെ കൂടെ പോയി എന്നാണ് മെഹ്നു സ്വന്തം ഭാര്യനെ കുറിച്ചാണ് ഒരു നുണ പറയണത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താ? സഫ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ കുറച്ച് റൂമറും കേട്ടായിരുന്നു. ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ കുട്ടി ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, റൂമറൊന്നും സത്യമല്ല. ഓക്കെ, ഹേ ഗായ്സ്, അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്തു, ഒളിച്ചോടിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്കാകെ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് ഇട്ടെങ്കിൽ നല്ലതായിരിക്കും കുറച്ച്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രൊമോഷന് പോയി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒളിച്ചോടി പോലെ ആക്കുന്നുണ്ടോ? കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മേനുവിന് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവർക്ക് പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം. എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്കിങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെയൊന്നും ഞാൻ ആരെ കൂടെ അയപ്പിക്കാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആരടുത്തും വീഡിയോ കോൾ ചെയ്ത് ഇരുന്നിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്കങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടില്ല. പോകണമെങ്കിൽ പണ്ടേ പോയായിരുന്നു. സഫയുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ സഫ ആരുടെ കൂടെ ഒളിച്ചോടി പോയി മറ്റേ ആരോപണമുള്ള ഒരാളുണ്ടല്ലോ, അവരുടെ മുൻ ഭാര്യയായിരുന്ന ഫസ്മിന പറയണത്, അതിൻ്റെ ഉള്ളിൽ റബ്ബേ ഞാൻ നോക്കാം. ഞാൻ ആ അക്കൗണ്ട് ഇങ്ങനെ നോക്കി, ആണുങ്ങളൊക്കെ നമ്മൾ ഈ ബസ്സിലൊക്കെ കണ്ടില്ലേ, ഈ ബസ്സിൻ്റെ സമയത്ത് ചൊല്ലിയിട്ട് ബസ് ജീവനക്കാർ തമ്മിൽ ഇങ്ങനെ തെറി പറഞ്ഞിട്ടുള്ള ഇതേപോലെ പച്ചത്തെറി കാമോ പറഞ്ഞിട്ട് ഭയങ്കര തെറി. ഈ ഒരു സഫയും അതേപോലെ ഫസ്മിനയും പൂരത്തെറി. ഫസ്മിനെ ചോദിക്കണത് എനിക്ക് എത്ര തന്തയാടി, അങ്ങനെയടി ഇങ്ങനെയടി, എൻ്റെ റബ്ബേ എന്ന ആണുങ്ങളെ സഹിക്കട്ടോ. നമ്മുടെ കൗമിങ്ങിലുള്ള പെണ്ണുങ്ങൾ ഈ ഇൻസ്റ്റയിൽ കയറിയിട്ട് പെങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഇതാണ് അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഒരു ഇവരെ ഭർത്താവ്, സഫയുടെ ഭർത്താവ് മെഹ്നൂസാണ് പറഞ്ഞത്, തൻ്റെ സ്വന്തം ഭാര്യ പ്രണയദിനത്തിൻ്റെ അന്ന് തനിക്കൊരു സമ്മാനം തന്നു. ഇങ്ങനെ ഇത് പോയതൊന്നുമല്ല, ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു പോയതാവും. കാരണം ആ റിഫയുടെ ഒരു ശാപമുണ്ട്. അതൊരു പാവം പെൺകുട്ടി, അതിനൊരു കുഞ്ഞും പാവം ആ ഒരു പെൺകുട്ടി അങ്ങനെ വേദനിച്ചിട്ടായിരിക്കണം സ്വയം, അതൊന്നും ദുരൂഹമാണ്, സ്വയം ജീവൻ ഒടുക്കിയത്. പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അറിയുന്നുണ്ടാവും. ആ ഒരു പെൺകുട്ടിയുടെ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ, അതും ഈ പെണ്ണ് വേറൊരുത്തൻ്റെ ഭാര്യ ആയിരുന്നു. ഇവർക്കിടയിൽ മുമ്പും എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മർദ്ദനം സഹിക്ക വേണ്ടി മാറുന്നതാണ്. അപ്പോഴാണിത് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ നാറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മെഹനാസ് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടാവുക. ഇവർക്കൊക്കെ ഇവർക്ക് എത്രയും ഫോളോവേഴ്സ് ഉണ്ടോ, അപ്പോൾ എന്തോ ഒരു വലിയ സ്റ്റാറായെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് സഫ രണ്ടാമത് അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്താണോ ഇനി മറ്റോണ്ട് ഡിലീറ്റ് ആക്കിയെന്ന് അറിഞ്ഞൂടാ. അവൻ കയറിയിട്ട് അതിൻ്റെ പാസ്വേഡൊക്കെ അറിയുന്ന ആളുകളായിരുന്നെങ്കിൽ അത് കയറി ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവൾ പുതിയ അക്കൗണ്ട് തുടങ്ങി. അതിപ്പോൾ 4000 ഫോളോവേഴ്സ് നിമിഷ നേരങ്ങൾ കൊണ്ടായി. ആ ഒരു 2-3 ദിവസങ്ങളായിട്ടുള്ളത് തുടങ്ങിയിട്ട്. എന്നിട്ട് അവൾ പറയുന്ന വീഡിയോ ഒക്കെ വന്നിട്ട് ഈ ഫസ്മിനെ പറയുന്ന പച്ചത്തേറി പറഞ്ഞത്, ഇത് നീ നുണ പറയാണ്, നീ എൻ്റെ എക്സ് ഹസ്ബൻഡുമായിട്ട് ഇപ്പോഴും ജീവിക്കുക. അതിനിടയിൽ അവൻ്റെ തല്ല്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് ഇതൊക്കെ പബ്ലിക്കിൽ ആൾക്കാരാൽ കാണൂലേ. അപ്പോൾ ഈ കാണുമ്പോൾ ഒരല്പം ഉളുപ്പ് എന്ന് പറയണത്, ഇപ്പോൾ ഒരു പക്ഷേ വീഡിയോ കാണുന്നവർ നിങ്ങളെന്തിനാണ് ഈ തറ ആൾക്കാരെ വീഡിയോ ഇടുന്നത്, ഇത് തറ ആൾക്കാരെ വീഡിയോ ഇടേണ്ടി വരികയാണ്. അങ്ങനെയൊക്കെ ഒരു കൗമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്താനാണ്. അല്ലെങ്കിൽ ഇനി ഒരു സംഭവം ഞാൻ പറയാം, അതേ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെത്തും. എന്തായാലും സഫ പോയിട്ടില്ല, സഫ സുരക്ഷിതമായിട്ടുണ്ടോ, എവിടെയായാലും ജീവിക്കട്ടെ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, റിഫനെ പോലെ മരണം തിരഞ്ഞെടുത്തില്ല. റിഫ ചെയ്തത് എന്താണ്, തൻ്റെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ ആ സ്നേഹക്കൂടുതൽ കൊണ്ടൊരു രാത്രിയിൽ അവരന്ന് ജീവനൊടുക്കി. ഇന്നൊരു 4 വർഷം മുൻപുള്ള റിഫ, ഞാൻ എത്രയോ ഇൻഫ്ലുവൻസർമാരെ നമ്മളൊരു മരണപ്പെടുമ്പോഴാണ് നമ്മളറിയാം.
മരണപ്പെടുമ്പോഴാണ് അവരുള്ള ഇപ്പോൾ ചിന്നുപാപ്പ് ഞാൻ മരിച്ചപ്പോഴാണ് അവർ അറിഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ മരണശേഷമാണ് നമ്മൾ അവരെ അറിയുന്നത് തന്നെ. പക്ഷേ അവരൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് പോകും. പക്ഷേ ഇന്നും പോകാത്തൊരു പേര് റിഫ. അപ്പോൾ അവൻ കുട്ടീന്ന് ഹാപ്പി ആയിട്ട് കഴിയുന്നു. ആ കുട്ടീനെ കാണിച്ചു കൊടുക്കാനൊന്നും തയ്യാറല്ല, അവരുടെ വീട്ടുകാർ തയ്യാറല്ല. അതൊരു നല്ല തീരുമാനമാണ്. കാരണം ഇതുപോലത്തെ ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് ഓൻ്റെ കയ്യിലേക്ക് ആ കുട്ടീനെ കൊടുത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓൻ ആവശ്യപ്പെടുന്നത് പോലെ ആ കുഞ്ഞ് ഓൻ്റെ കൂടെയാണ് വളരുന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു ഫ്യൂച്ചർ അതോ ഗതിയിലായിട്ടുണ്ടാവും. ഇന്ന് പതിനാവിൻ്റെ വല്യമ്മയും വളരെ മാന്യമായിട്ട് നോക്കുന്നുണ്ട്, നന്നായിട്ട് അത് കുട്ടി വളരുന്നുണ്ട്. ആ ഉപ്പ ഇപ്പോഴും സ്വന്തം മകൾ റിഫയുടെ ഖബറിങ്ങ് പോകുന്നുണ്ട് എന്ന് അറിയണത്. എന്തായാലും അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അവൻ്റെ കയ്യിൽ കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ഒരു സന്തോഷവും ഉണ്ടാവില്ല. ആരോടൊക്കെയുള്ള ചാറ്റിങ്ങും ഇതൊക്കെ പിടിച്ചിട്ടാണ് ഈ സഫ പോയത്. ഇതിൻ്റെ അടിയിൽ വന്ന് 2 പെണ്ണുങ്ങൾ വന്നിട്ട് ഗംഭീര തല്ല് നാട്ടുകാർ കാണുന്നുള്ളൊരു ബോധമാണെങ്കിൽ ഇവർക്കില്ല. അപ്പോൾ ഞാനിത് ഇട്ടതിൽ ഈ വീഡിയോ ഇട്ടതിൽ എന്നോടും കൊണ്ട് വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഇട്ടത് മോശമായിപ്പോയി. ശരി തന്നെയാണ്, നമ്മൾ പറയുന്ന സബ്ജക്റ്റിന് പറ്റുന്നൊരു വിഷയമല്ല. ഇന്നത്തെ കുട്ടികളുടെ തലമുറയിലത്തെ ആളുകൾ ധാരണ എന്താണെന്നറിയോ, അവർക്കൊന്നുകിൽ കൊറിയക്കാരുമായിട്ട്. ഞാൻ ഇന്നൊരു പരിപാടി സൈബർ സെല്ലിൻ്റെ ക്ലാസ്സിന് പോയി. സൈബർ സാക്ഷരതയെക്കുറിച്ചിട്ടും സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചാണ് ക്ലാസ്. ഒരു സ്ഥാപനത്തിലേക്ക് പോയി. ഞാൻ അവിടെ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ പെൺകുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് കൊറിയൻ ബാൻഡുകൾ കാണുന്നുണ്ട്, കൊറിയൻ വീഡിയോസ് കാണുന്നുണ്ട്? എല്ലാവരും അതിന് അഡിക്റ്റാണ്. നിങ്ങൾ ചോറ്റാനിക്കുന്ന ഒരു വാർത്ത കണ്ടില്ലേ, ഒരു പെൺകുട്ടി, ഒരു +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി ജീവനൊടുക്കിയത്. പാവം ആ പെൺകുട്ടി പോലും ഇതേപോലെ ഒരു കൂട്ടർ ഇൻഫ്ലുവൻസർമാർ പിന്നാലെ നടക്കുകയാണെങ്കിൽ വേറൊരു കൂട്ടർ ഇത്തരം കൊറിയക്കാർ പിന്നാലെ നടക്കാം. അപ്പോൾ ആ പെൺകുട്ടി 8ാം ക്ലാസ് മുതലേ ആഗ്രഹിക്കുന്നതാണ് കൊറിയൻ ഭാഷ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു എന്താ പറയുക, ഇൻസ്റ്റയിൽ ഒരു കൊറിയൻ സുഹൃത്തിനെ കിട്ടി. ആ കൊറിയൻ സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യും. അങ്ങനെ കൊറിയൻ സുഹൃത്ത് 19 വയസ്സുള്ള ചെക്കനാണ്. എന്തൊക്കെ വീട്ടിലേക്ക് സമ്മാനങ്ങളെ കൊടുത്തയച്ചപ്പോൾ അച്ഛൻ മഹേഷ് പറഞ്ഞിട്ടൊന്നും ഉള്ളതാവില്ല മോളെ. പക്ഷെ ഒടുവിൽ ഇതാരും കൂടെ പഠിക്കണ ആരോ പറ്റിക്കുകയാണ്. കൂടെ പഠിക്കുന്ന ആരോ കൊറിയക്കാരനെന്ന് പറഞ്ഞാൽ ആ പാവം കുട്ടിനെ പറ്റിച്ചതാണ്. എന്നിട്ട് ഇതൊരു പ്രണയമായിട്ട് മാറി. ഇതൊരു പെൺകുട്ടിയാണ് തോന്നുന്നത് ഈ പറ്റിക്കുന്നത്. ഈ ഒരു പെൺകുട്ടിനെ വേറൊരു പെൺകുട്ടിയാണ് ഇങ്ങനെ പറ്റിക്കണത്. ഒടുവിൽ മറ്റേ ഓപ്പോസിറ്റുള്ള എന്താ പറയുക, ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുന്ന ഇന്നത്തെ മക്കളുടെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടാ, ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുന്ന ഈ കുട്ടികളിലൂടെ ചെന്നിട്ട് ഒടുവിൽ ഇത് പ്രണയമായി മാറിയപ്പോൾ അപ്പുറത്തെ അത് ഒഴിവാണല്ലോ, ഇത് പെണ്ണാണല്ലോ. ഓന് ഒരു നമ്പർ ഇറക്കി, 19 വയസ്സുള്ള ഞാനിതാ ജീവനൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ കൊറിയക്കാരെ കൊണ്ട് ജീവനൊടുക്കിയെന്ന് കാണിച്ച സ്റ്റോറി ഇട്ട്. ഇവളിത് ശരിയാണെന്ന് കരുതി ഇംഗ്ലീഷിൽ 4 പേജിൽ മരണക്കുറിപ്പ് എഴുതണമെങ്കിൽ ആ കുട്ടിക്ക് നല്ല അന്തം ഉണ്ടാവില്ലേ? പഠിക്കണ സാധനം ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞാൽ കിട്ടാത്ത മക്കളാണ് ഇപ്പോഴത്തെ പല മക്കളും. ഈ പെൺകുട്ടി അടിപൊളി ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ കുറിപ്പ് എഴുതിയിട്ട് ഈ പാവം പെൺകുട്ടി ജീവനൊടുക്കി. എന്തിന്? ഏതോ ഒരു കൊറിയക്കാരൻ മരിച്ചത്. ഇത് കൊറിയക്കാരും മണ്ണാങ്കട്ടിയൊന്നുമല്ല, ഇത് കൂടെ പഠിക്കുന്ന കുട്ടികൾ പണി കൊടുത്തതാണ്. ഒരു തമാശ. ഇതാണ് മക്കളുടെ ലോകം. ഇവർക്ക് ഈ പുറത്തുള്ള വാർത്തകളൊന്നും അറിയണ്ട. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പോലീസുകാർ പറയുന്ന കാര്യം ഒന്ന് കേട്ടോ നിങ്ങൾ. ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് അരുണാചലത്തിന് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു 7 മെമ്പർമാരുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ കുട്ടി കൊറിയൻ ലാംഗ്വേജ് പഠിക്കുന്നതിനും കൊറിയൻ സിനിമ കാണുന്നതിനൊക്കെയുള്ള ഒരു താല്പര്യം കാണിച്ചതായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കൊറിയൻ സുഹൃത്ത് ആയിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ വിശദമായിട്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഈ കുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്രാഥമികമായിട്ടുള്ള എക്സാമിനേഷൻ നടത്തിയതിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേങ്കിലും കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് അതിലേതെങ്കിലും ഡിജിറ്റൽ ഫയൽസ് ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കി അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നുള്ളത് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. ഈ കുട്ടിയുടെ സൂസൈഡ് നോട്ടുണ്ടായിരുന്നു. ആ നോട്ടിൽ ഇങ്ങനെ ഒരു കൊറിയൻ സുഹൃത്ത് ഉണ്ടായിരുന്നതായും അദ്ദേഹം എങ്ങനെയോ മരണപ്പെട്ടു എന്നും അതിൻ്റെ ഒരു ഡെസ്പിറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധ്വനി ആ കുട്ടിയുടെ ആത്മഹത്യാ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും ആരാണായിട്ടുള്ള ബന്ധമാണെന്നോ അങ്ങനത്തെ ശരിയാണെന്നോ ഒന്നും നമുക്ക് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കബളിപ്പിച്ചതാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ കുട്ടികൾ പല കൊറിയൻ ഫിലിംസൊക്കെ കണ്ട് എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും അലിസിനേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധമോ ഉണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. കുട്ടിയുടെ സുഹൃത്തുക്കൾ, നിരവധി സുഹൃത്തുക്കളുടെയും മൊബൈൽ ബന്ധുക്കളുടെയും കുട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആളുകളുടെയും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് അങ്ങനെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന് മക്കൾ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണോ ഒരു വീഡിയോ കാണുന്നത് എന്ന് നോക്കി വെച്ചാലുണ്ട് ഇതുപോലെ വല്ല കൊറിയക്കാരെ പിന്നാലെയാണ് പറ്റിക്കാവും ആരെങ്കിലും. അതുപോലും അറിയാത്ത അന്തക്കടകളാണ് ഈ മക്കൾ. അവർക്കിടയിലാണ് ഈ ഒരു സഫയും ഫാസ്മിനെയും മഹനാസും മണ്ണാങ്കട്ടിയൊക്കെ വരുന്നത്.